കേരളത്തിൽ താമര വിരിഞ്ഞിരിക്കുകയാണ്. അതെ, നമ്മൾ എല്ലാവരും വിചാരിച്ചിരുന്നോ കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുമെന്ന്? മുന്നേറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഒരു അക്കൗണ്ട് തുറക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലേക്ക് എത്തില്ല. പ്രത്യേകിച്ച് തൃശ്ശൂരിൽ അട്ടിമറി വിജയമാണ് സുരേഷ് ഗോപി. അതായത് നമ്മൾ ആ വോട്ടെണ്ണലിൻ്റെ തുടക്കം തന്നെ ആ ലീഡ് പോയത് ഒട്ടും പിന്നിലേക്ക് പോയിട്ടില്ല സുരേഷ് ഗോപി എന്നുള്ളതാണ്. LDFന് ശക്തമായ വോട്ട് സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ പോലും സുരേഷ് ഗോപി വോട്ട് പിടിച്ചു എന്നുള്ളതും മാത്രമല്ല UDFന്റെ സിറ്റിംഗ് സീറ്റാണ് ആ തൃശ്ശൂരിലാണ്. BJPക്ക് അങ്ങനെ അടിത്തറയുള്ള ഉണ്ടാക്കിയെടുത്ത അടിത്തറയ്ക്ക് അപ്പുറത്തേക്ക് പരമ്പരാഗതമായ അടിത്തറയുള്ള ഒരു മണ്ഡലമല്ല. കോൺഗ്രസിന്റെ ഏറ്റവും ശക്തമായ കോട്ടയായിരുന്നു. കെ കരുണാകരന്റെ തട്ടകമായിരുന്ന ഒരു സ്ഥലമായിരുന്നു. അവിടെയാണ് BJP സുരേഷ് ഗോപിയിലൂടെ അക്കൗണ്ട് തുറന്നിരിക്കുന്നത്. ജനകീയനായ സുനിൽകുമാറിനെയും കെ കരുണാകരന്റെ മകൻ മുരളീധരനെയും സൈഡാക്കി സുരേഷ് ഗോപി ഇന്നലെ നടത്തിയത് അപ്രതീക്ഷിത കുതിപ്പാണ്. തോൽവിക്ക് പിന്നാലെ പെട്ടിയുമെടുത്ത മുരളീധരൻ മടങ്ങി. സുരേഷ് ഗോപിക്ക് ലഭിച്ച 70,000-ന് മുകളിലെ ഭൂരിപക്ഷം കോൺഗ്രസിന്റെ വോട്ട് ബാങ്കിന്റെ വിള്ളലും. അതാണ് പ്രധാനപ്പെട്ട ചോദ്യമായി നിൽക്കുന്നത്. ജെയ്സൺ ചാമോളപ്പിൽ നമുക്കൊപ്പം ചേരുകയാണ് തൃശ്ശൂരിൽ നിന്ന്. ജെയ്സൺ, വെരി ഗുഡ് മോർണിംഗ്. പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കേരളത്തിലെ രാജ്യത്തെ തന്നെ ഏറ്റവും ശ്രദ്ധേയ മണ്ഡലങ്ങളിൽ ഒന്നായി തൃശ്ശൂര് മാറിയത് ഈ ത്രികോണ മത്സരം കൊണ്ട് തന്നെയാണ്. പ്രകാശ് ജാവദേക്കർ തന്നെ EP ജയരാജനോട് പറഞ്ഞു എന്ന് പിന്നീട് ദല്ലാൽ നന്ദകുമാർ വെളിപ്പെടുത്തിയിരുന്നത് തൃശ്ശൂർ ജയിക്കുക എന്നുള്ളത് അഭിമാന പോരാട്ടമാണ്, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തമാണ് എന്നുള്ളതാണ്. അവസാനം പ്രകാശ് ജാവദേക്കർ ഉൾപ്പെടെയുള്ള നേതൃത്വത്തിൻ്റെ തന്ത്രങ്ങൾ അവിടെ ഫലം കണ്ടു. അതിനപ്പുറത്തേക്ക് സുരേഷ് ഗോപി എന്ന വ്യക്തിയുടെ വ്യക്തിപ്രഭാവം, സിനിമാ താരത്തിൻ്റെ വ്യക്തിപ്രഭാവം ഉൾപ്പെടെ പ്രധാനപ്പെട്ട ഘടകങ്ങളായി വന്നിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് കോൺഗ്രസ് 3-ാം സ്ഥാനത്തായി. മുരളീധരൻ നേതൃത്വത്തിനെതിരെ കൃത്യമായ കുത്തു കൊടുത്തുകൊണ്ടാണ് അവിടുന്ന് മടങ്ങുകയും ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ബിനിൽ, വെരി ഗുഡ് മോർണിംഗ്. തൃശ്ശൂർ ഇനി വരും ദിവസങ്ങളിലും വലിയ വാർത്താ കേന്ദ്രമാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത്രയേറെ രാഷ്ട്രീയ ചലനങ്ങൾ വരും ദിവസങ്ങളിലുണ്ടാകും. ഒരുപോലെ ഇടത് വലത് മുന്നണികളെ ഒരുപോലെ ആശങ്കയിലാക്കിയ ഒരു തിരഞ്ഞെടുപ്പ് ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൻ്റെ പ്രതിഫലനങ്ങൾ വരും ദിവസങ്ങളിൽ ഇരു മുന്നണികളിലും സംഭവിക്കും എന്നാണ് മുന്നണി നേതൃത്വം തന്നെ ആശങ്കപ്പെടുന്നത്. മറ്റൊന്ന്, പ്രധാനമായും തൃശ്ശൂരിൽ ഒരു ത്രികോണ മത്സര സത്യത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് തിരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത്. നേരത്തെ നാം കരുതിയിരുന്നത് ഇവിടെ ശക്തമായ ത്രികോണ മത്സരം ഉണ്ട് എന്നാണ്. ത്രികോണ മത്സരത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം എന്ന് പറയുന്നത് ഓരോ ഘട്ടത്തിലും ഇഞ്ചോടിഞ്ച് പോരാട്ടം, ഇപ്പോൾ ആറ്റിങ്ങലിൽ കണ്ടതുപോലുള്ള ഒരു അന്തരീക്ഷമാണ്. പക്ഷേ ഇവിടെ അത്തരമൊരു അന്തരീക്ഷം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, പ്രധാനമായും ഒരേപോലെ തൻ്റെ ഭൂരിപക്ഷം വളരെ വ്യക്തതയോടുകൂടി ലീഡ് വ്യക്തമായി നിലനിർത്തി മുന്നോട്ട് പോകാൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. BJPക്ക് ലഭിച്ച വോട്ട് എന്നതിനുപരിയായി സുരേഷ് ഗോപിക്ക് ലഭിച്ച വോട്ടാണ് പ്രധാനമായും സുരേഷ് ഗോപിയുടെ വലിയ വിജയത്തിലേക്ക് എത്തിച്ചത്. എല്ലാ ന്യൂനപക്ഷങ്ങളിൽ നിന്നും, അതായത് ക്രൈസ്തവ അതുപോലെ തന്നെ മുസ്ലിം വോട്ടുകളൊക്കെ നല്ല രീതിയിൽ തന്നെ സുരേഷ് ഗോപിക്ക് ലഭിച്ചു. കഴിഞ്ഞ തവണ 2,92,000 വോട്ട് ലഭിച്ചിരുന്ന സുരേഷ് ഗോപി ഇത്തവണ നേടിയത് 4,10,000-നടുത്ത് വോട്ടാണെന്ന് തന്നെ വ്യക്തമാക്കുന്നത് എല്ലാ മേഖലകളിൽ നിന്നും വലിയ തോതിൽ വോട്ട് ലഭിക്കാൻ ഇടയാക്കി എന്ന് തന്നെയാണ്. ഇത് സുരേഷ് ഗോപി കഴിഞ്ഞ 5 വർഷമായി തൃശ്ശൂരിൽ തമ്പടിക്കുകയും അതിനുശേഷം വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും അതോടൊപ്പം ചിട്ടവെപ്പിച്ച കൃത്യമായ വോട്ട് ചേർക്കുന്ന നടപടികൾ വരെ ഉണ്ടായി. അത് തിരഞ്ഞെടുപ്പിന് പോളിംഗിന് മുമ്പ് തന്നെ BJP നേതൃത്വം വ്യക്തമാക്കിയിരുന്നത് കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ 1,40,50,000 വോട്ടുകൾ കൂടുതൽ വന്നിട്ട് ഉണ്ടെങ്കിൽ അതിൽ 70,000 വോട്ടുകൾ BJP ചേർത്തതാണ് എന്ന് അവർ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതിൽ ഒട്ടുമിക്ക വോട്ടുകളും പോൾ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ വളരെ വ്യക്തതയോടും കൃത്യതയോടും കൂടി നടത്തിയ കഴിഞ്ഞ 5 വർഷം കൊണ്ട് നടത്തിയ ഒരു പ്രവർത്തനത്തിൻ്റെ വലിയ വിജയമാണ് തൃശ്ശൂരിൽ ഉണ്ടായിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇരു മുന്നണികളെയും ഇത് വലിയ ആശങ്കയിലാക്കുന്നുണ്ട്. 6 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP വ്യക്തമായ ഭൂരിപക്ഷം നേടി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗുരുവായൂരിൽ UDFനാണ് മുൻതൂക്കം. മറ്റ് എല്ലാ മണ്ഡലങ്ങളിലും വലിയ 8,000 മുതൽ ഏകദേശം 14,000-ലധികം വോട്ടിൻ്റെ വരെ ഭൂരിപക്ഷം 6 നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നും നേടിയെടുക്കാൻ BJPക്കായി. ഇടതുപക്ഷത്തിൻ്റെ ശക്തമായ കോട്ട എന്നറിയപ്പെടുന്ന നാട്ടിക ഉൾപ്പെടെയുള്ള മണ്ഡലത്തിൽ 13,000 ചില്ലാൻ വോട്ടാണ് BJP നേടുന്നത്. ഇതിനർത്ഥം വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഇതിൻ്റെ എല്ലാം പ്രതിഫലനം ഉണ്ടാകും എന്ന് ഇടത് വലത് മുന്നണികൾ ഭയപ്പെടുന്നുണ്ട്. കോൺഗ്രസിനെ ആശങ്കയിലാക്കുന്നത് വരും നാളുകളിൽ കോൺഗ്രസ് തൃശ്ശൂരിൽ നേരിടാൻ
വരാൻ പോകുന്ന വലിയ തകർച്ചയുടെ ഒരു മണം കോൺഗ്രസിന് ലഭിക്കുന്നു. ഇന്നലെ കെ മുരളീധരൻ അതിവൈകാരികമായ പ്രതികരണത്തോടെ ഇറങ്ങിപ്പോകുന്നത് നാം കണ്ടു. അദ്ദേഹം താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് രാത്രി അദ്ദേഹം കുടുംബാംഗങ്ങളും ഉൾപ്പെടെ ഇന്നലെ രാത്രിയോടെ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. അതോടൊപ്പം തന്നെ അതിനു മുമ്പ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമാക്കുന്ന താൻ ഈ പാർട്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നുവെന്ന് പറയാതെ പറയുകയായിരുന്നു. തൻ്റെ പൊതുപ്രവർത്തനം ഞാൻ അവസാനിപ്പിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. പൊതുപ്രവർത്തനത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നു, ഇനിയൊരു തിരഞ്ഞെടുപ്പിലേക്കുമില്ല എന്നതടക്കമുള്ള അതിവൈകാരികമായ പ്രതികരണങ്ങളാണ് നാം കണ്ടത്. കെ കരുണാകരൻ തൃശ്ശൂരിൽ പരാജയപ്പെട്ട സമയത്ത് അതിവൈകാരികമായ രീതിയിലായിരുന്നു അന്ന് രാമനിലയത്തിൽ വെച്ച് അദ്ദേഹം പ്രതികരിച്ചത്. ഇതിന് തുല്യമായ രീതിയിൽ, അതിന് തതുല്യമായ രീതിയിലുള്ള ഒരു പ്രതികരണം എന്ന് നമുക്ക് പറയേണ്ടി വരും. മറ്റൊന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു, തനിക്ക് രാശിയില്ലാത്തൊരു സ്ഥലമാണ് തൃശ്ശൂർ എന്ന്, അതുകൊണ്ട് ഇനി ഞാൻ തൃശ്ശൂരിലേക്കില്ല എന്ന് അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് മടങ്ങുകയായിരുന്നു മുരളി. ഏതായാലും വരും നാളുകളിൽ തൃശ്ശൂർ വലിയ വാർത്താ കേന്ദ്രമായി മാറാൻ പോവുകയാണ് ബിനിൽ. ശരി, ജേസൺ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് തൃശ്ശൂർ അങ്ങ് എടുത്തിരിക്കുകയാണ് സുരേഷ് ഗോപി.